2024 നമ്മോട് വിട പറയുമ്പോൾ മനസ്സിൽ നിന്നൊരിക്കലും മാഞ്ഞു പോകാത്ത കണ്ണീരിന്റെ കാഴ്ചകളായി വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ബാക്കി നിൽക്കുമ്പോൾ തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഇന്നലെ അവിടേക്കുള്ള യാത്ര. സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തിരിക്കുന്നു എന്ന വാർത്ത കേട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ജീവിതം ആ അസ്തമിച്ച രാത്രി 2024 ജൂലൈ 29 ആ ഇരുൾമൂടിയ രാത്രി, നിർത്താതെ പെയ്ത മഴയിൽ ഒലിച്ചുപോയ 400-ലധികം ജീവിതങ്ങൾ. ദുരന്ത ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പം മനസ്സ് വല്ലാതെ പതറുന്നുണ്ടായിരുന്നു. അതിജീവനത്തിന്റെ പുതുനാമ്പുകൾ വിരിയിച്ച ആ ചായക്കടക്കാരൻ നിങ്ങൾ കണ്ടുവരൂ, ബാക്കി ഞാൻ പറയാം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ കാഴ്ച കണ്ട് ഞങ്ങളുടെ കൽബുകൾ ആകെ വിതുമ്പിപ്പോയി. ലത്തീഫ് ക എന്ന് പറയുന്ന നാട്ടുകാരന്റെ വിവരണവും കേട്ടപ്പോൾ ജീവിതം മറ്റൊരിടത്തേക്ക് പറിച്ചു നട്ട് ജോലി ആവശ്യാർത്ഥം മാത്രം വന്നു പോകുന്ന അല്പം വീടുകൾ ഒഴിച്ചാൽ ബാക്കിയൊന്നും ആ നാടിനെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് കടന്നു പോയിട്ടുണ്ട്. ഷിഹാബ് ഫൈസി ജോലി ചെയ്തിരുന്ന മുണ്ടക്കൈയിലെ പള്ളി ദൂരെ നിന്ന് കണ്ടു. അദ്ദേഹത്തെ മാത്രം മരണത്തിലേക്ക് എടുക്കാൻ വന്ന ഒരു പാറക്കല്ലിനെയും കണ്ടു. ഗതിമാറി ഒഴുകിയ പുഴയെ കണ്ടു. അങ്ങനെ ഒരുപാട് നീറുന്ന കാഴ്ചകളുമായി ഞങ്ങൾ മടങ്ങി.